പ്രിയമുള്ള കുട്ടികളെ, വർക്ക് എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററിലെ ചില ഭാഗങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിലാദ്യം സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പ്രിങ്ങിന്, ഒരു വലിച്ചു മുറുക്കിയ സ്പ്രിങ്ങിനുള്ളത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി രണ്ട് തരത്തിലാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ. ഉയരം കൊണ്ടും അതുപോലെ വലിഞ്ഞു മുറുകിയ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ കൊണ്ടുമാണ് പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത്. അപ്പോൾ ഒരു സ്പ്രിങ്ങിനെ നമ്മൾ വലിച്ചു നീട്ടുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സ്പ്രിങ് ആവണമെന്നില്ല, ഒരു റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ ഒരു ഇലാസ്റ്റിക് ഒക്കെ ഒരു വലിച്ചു നീട്ടുകയാണെങ്കിൽ നമ്മൾ പ്രയോഗിക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ അകത്ത് അതിനെ ചെറുക്കുന്ന ഒരു ബലം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വലിച്ചിട്ട് വിടുമ്പം അത് പൂർവ്വസ്ഥിതിയിൽ പ്രാപിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രയോഗിക്കുന്ന ഫോഴ്സിനെ പറയുക ഡീഫോമിംഗ് ഫോഴ്സ് എന്നാണ്. ഡീഫോമിംഗ് ഫോഴ്സ്, this is the force which is trying to change its size or shape or length. അതിന്റെ ആകൃതി മാറ്റാൻ വേണ്ടി, അതിന്റെ നീളം മാറ്റാൻ വേണ്ടി നമ്മൾ പ്രയോഗിക്കുന്ന ഫോഴ്സിനെയാണ് ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറയും. നമ്മൾ വലിക്കുന്നു ഡീഫോമിംഗ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോഴോ ആ സ്പ്രിങ്ങിനകത്ത് അതിനെ ചെറുക്കുന്ന ഒരു ഫോഴ്സ് രൂപപ്പെടുകയാണ്. അപ്പൊ സ്പ്രിങ്ങിനകത്ത് ഇതിന് ഒപ്പോസ് ചെയ്തുകൊണ്ട് രൂപപ്പെടുന്ന ഫോഴ്സിനെ പറയുക റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നാണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പൊ ഡീഫോമിംഗ് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ എത്രമാത്രം ശക്തിയായിട്ട് വലിക്കുന്നു അല്ലെങ്കിൽ എത്രമാത്രം നീളം കൂട്ടുന്നോ അത്രമാത്രം അതിനകത്ത് രൂപപ്പെടുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സും കൂടുതലായിരിക്കും. ആണല്ലോ, നമ്മൾ നന്നായിട്ട് വലിച്ച് പിടിച്ചേക്കുകയാണ് സ്പ്രിങ്, എന്നിട്ട് വിടുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അത് വന്ന് അടിക്കുമ്പോൾ റബ്ബർ ബാൻഡ് ആയാലും എലാസ്റ്റിക് ആയാലും നല്ല വേദനയാവും അല്ലെ. കൂടുതൽ ഫോഴ്സിലാണ് വന്നടിക്കുക. അതേസമയം നമ്മൾ കുറച്ച് മാത്രമാണ് വലിക്കുന്നതെങ്കിലോ നമുക്ക് വേദന അത്ര അധികമൊന്നും ആവില്ല, ചെറിയ ഫോഴ്സ് മാത്രമേ അതിൻ്റെ അകത്ത് രൂപപ്പെടുന്നുള്ളൂ. അപ്പം നമ്മൾ വലിച്ചു നീട്ടുമ്പോൾ, അതായത് എക്സ്റ്റൻഷൻ ഉണ്ടാകുമ്പോൾ, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ ഉണ്ടായ നീളത്തുനിന്നും ഇപ്പൊ എത്ര വർദ്ധിച്ചു, ഇലോങ്ങേഷൻ, എക്സ്റ്റൻഷൻ. ആദ്യം ഉണ്ടായ നീളത്തിനേക്കാളും നീളം വർദ്ധിക്കുകയാണ്. ആ എക്സ്റ്റൻഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് എന്തുണ്ടാവും, അതിൻ്റെ അകത്തുണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മൾ കൂടുതൽ വലിക്കുകയാണെങ്കിൽ റീസ്റ്റോർ ചെയ്യാനുള്ള ഫോഴ്സ് കൂടുതലായിരിക്കും. നമ്മൾ കുറച്ച് മാത്രമേ വലിക്കുന്നുള്ളെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് കുറവായിരിക്കും. ആ കാര്യമാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. എഫ് പ്രൊപ്പോർഷണൽ ടു എക്സ്. എഫ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ്, എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഇലോങ്ങേഷൻ, ആൻഡ് ദർ ഇസ് എ മൈനസ് സൈൻ. ഇതെന്താ കാണിക്കുന്നത്, ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ എക്സ്റ്റൻഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്നാണ് ഈ മൈനസ് സൈൻ കാണിക്കുന്നത്. ഇപ്പൊ ഞാനൊരു ചിത്രം വരച്ചാൽ മനസ്സിലാവും. ഒരു സ്പ്രിങ് ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്, ഇവിടം വരെയാണ് സ്പ്രിങ്ങിന്റെ ലെങ്ത്. ഇവിടെ പിടിച്ച് വലിക്കുകയാണ് സ്പ്രിങ്ങിന്. ഇപ്പൊ ഇതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്തിട്ട് ഇവിടം വരെ എത്തി. സോ ദിസ് ഈസ് ദ എക്സ്റ്റൻഷൻ എക്സ്. ഓക്കെ, ഇതാണ് അതിന്റെ ആക്ച്വൽ ലെങ്ത്. ഇതിപ്പോ ഉണ്ടായ എക്സ്ട്രാ ലെങ്ത് ആണ് എക്സ്റ്റൻഷൻ. അപ്പൊ ഈ എക്സ്റ്റൻഷൻ കൂടുകയാണെങ്കിൽ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്താ ചെയ്യുക, അതിന്റെ നീളം ചുരുക്കാൻ വേണ്ടിയിട്ട്, പഴയ അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആണ് ശ്രമിക്കുക. ആ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോ എക്സ് കൂടുകയാണെങ്കിൽ എഫ് കൂടും, എക്സ് കുറയുകയാണെങ്കിൽ എഫ് കുറയും. അതാണ് ഇവിടെ എഴുതിയത്, എഫ് പ്രൊപ്പോർഷണൽ ടു എക്സ് വിത്ത് എ മൈനസ് സൈൻ. എക്സ് ഇങ്ങോട്ടാണ് വരുന്നത്, എഫ് അങ്ങോട്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ ആ ഡയറക്ഷൻ ആണ് മൈനസ് കൊണ്ട് കാണിക്കുന്നത്, അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്ന് മാത്രമാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എഴുതാം. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആൻഡ് കെ ഈസ് നോൺ ആസ് ദ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓഫ് ദ മെറ്റീരിയൽ. സ്പ്രിംഗ് കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, കെ ഈസ് ഈക്വൽ ടു, മൈനസ് സൈൻ വേണ്ട, കെ ഈസ് ഈക്വൽ ടു എഫ് ബൈ എക്സ്. ഓർ spring constant is the force acting per unit length of elongation. യൂണിറ്റ് ലെങ്ത് ഇലോങ്ങേഷൻ ഉണ്ടാവുമ്പോൾ അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിനെയാണ് എന്ത് പറയുക, സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുക. അപ്പൊ നമ്മൾ നന്നായിട്ട് ഇലോങ്ങേറ്റ് ചെയ്യാണ്, ഒരുപാട് നീളം ഒരു സ്പ്രിങ്ങിനെ ഇലോങ്ങേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കുറവാണ് അല്ലെ. നന്നായിട്ട് വലിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് റീസ്റ്റോറിംഗ് ഫോഴ്സ് കുറച്ച് മാത്രമേ അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കുറവാണ്. അതേസമയം അത് തീരെ വലിക്കാൻ പറ്റുന്നില്ലെങ്കിലോ അത്രയും റീസ്റ്റോറിംഗ് ഫോഴ്സ് അതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതിന്റെ അർത്ഥം, വലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ. അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കൂടുതലായിരിക്കും. സോ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ ഇസ് ഈക്വൽ ടു എഫ് ബൈ എക്സ്. അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഇലോങ്ങേഷന്റെ യൂണിറ്റ് മീറ്റർ. ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ്.
So spring constant is the force developed within unit length of the spring. അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ സ്പ്രിങ്ങിൻ്റെ പറയുക. അപ്പോൾ ഈ ചെറിയ പേനയിലൊക്കെ ഇടുന്ന ചെറിയ ടിക് ആക്കുന്ന ആ പേനയിലൊക്കെയുള്ള സ്പ്രിങ് കോൺസ്റ്റന്റ് ഒക്കെ വളരെ കുറവായിരിക്കും. അതേസമയം വളരെ ഈ സീറ്റിനടിയിലൊക്കെയുള്ള സ്പ്രിങ്ങുകൾ, വളരെ വലിപ്പമുള്ള സ്പ്രിങ്, നല്ല ഉറപ്പുള്ള സ്പ്രിങ് കോൺസ്റ്റന്റ് കൂടുതലായിരിക്കും. അപ്പോൾ സ്പ്രിങ് കോൺസ്റ്റന്റ് അതിൻ്റെ ഇലോങ്ങേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് K = F/x. ഓക്കെ, ഇനി നമ്മൾ സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് പഠിക്കാൻ പോവാണ്. വാട്ട് ഈസ് ദ PE ഓഫ് എ സ്പ്രിങ്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്. സ്പ്രിങ് വലിഞ്ഞു മുറുകിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ അമർത്തി വെച്ചിരിക്കുമ്പോൾ അതിന് കിട്ടുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക? സോ കൺസിഡർ ദിസ് സ്പ്രിങ്. ഇറ്റ് ഹാസ് എ ലെങ്ത് അപ് ടു ദിസ് മച്ച് and by the application of a force F it is elongated through a distance x. Okay, ഇങ്ങനെ വലിച്ചിട്ട് x നീളം അതിന്റെ കൂടി. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ ടു ഇലോങ്ങേറ്റ് ദ സ്പ്രിങ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ പഠിച്ചതാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, if we are displacing it through a small displacement delta x, ചെറിയൊരു നീളം, ഇത്രയൊന്നും നീളം വർദ്ധിപ്പിച്ചിട്ടില്ല, വളരെ ചെറിയൊരു നീളമാണ് വർദ്ധിപ്പിച്ചതെങ്കിൽ the small amount of work done dW is equal to F into delta x. Okay, the small amount of work done to elongate through a small distance is F into delta x. So the total work done to elongate the spring from 0 length to x length. ഇവിടം വരെ അതിന് എക്സ്റ്റൻഷൻ ഒന്നുമില്ല, 0 ആണ് എക്സ്റ്റൻഷൻ. ഇവിടം വരെ എത്തുമ്പോഴേക്കും എക്സ് ആണ് എക്സ്റ്റൻഷൻ. അപ്പൊ 0 to x വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ അതിന്റെ മുകളിൽ ചെയ്ത വർക്ക് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? സ്മോൾ എമൗണ്ട് കിട്ടിയാൽ ടോട്ടൽ കാണാൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഇന്റഗ്രേഷൻ. എവിടെ മുതൽ എവിടം വരെ? 0 മുതൽ x വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. എന്തിനാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? എഫ് ഡെൽറ്റ എക്സിന് അല്ലെങ്കിൽ എഫ് ഡി എക്സിന്. എഫ് ഡെൽറ്റ എക്സ് ഇത് DW-നെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. DW is f delta x. So integral 0 to x f delta x. That is എഫിന് പകരം നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു F is equal to -kx, അല്ലെങ്കിൽ ഡയറക്ഷൻ ഒഴിവാക്കി എടുക്കുകയാണെങ്കിൽ kx എന്ന് എഴുതാം. അപ്പൊ ഞാൻ അത് ഉപയോഗിക്കുകയാണ് എഫിന് പകരം. That is equal to integral 0 to x kx delta x. ഇത് വളരെ ചെറിയ ഇന്റർവെല്ലാണെങ്കിൽ നമുക്ക് ഡെൽറ്റ എക്സ് നല്ല ഡി എക്സ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡി എക്സ് എന്ന് മാറ്റിയാണ്. സ്മോൾ ഇന്റർവെൽ ആണെങ്കിൽ ഡെൽറ്റ എക്സ് ഇസ് ഓൾസോ നോൺ ആസ് ഡി എക്സ്. അപ്പോൾ കെ എക്സ് ഡി എക്സ്. ഈ ഇന്റഗ്രേഷൻ ചെയ്യുമ്പം ഡി എക്സ് വെച്ചിട്ടുള്ള ടേമിനാണ് ഇന്റഗ്രേഷൻ ബാധകമാവുക, എക്സിലാണ് ഇന്റഗ്രേഷൻ വരുന്നത്. കെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇന്റഗ്രൽ 0 to x എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്താണ് വരിക? ഇന്റഗ്രേഷന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. എക്സ് റൈസ് ടു എൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു n plus 1 by n plus 1. അതുകൊണ്ട് ഇവിടെ എക്സിന്റെ മുകളിൽ പവർ ആയിട്ട് വരുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് ഉത്തരം ഇവിടെ തന്നെ എഴുതാം. കെ ഇൻറ്റു എക്സ് റൈസ് ടു ഉത്തരം വരിക 1 plus 1 that is x square by 1 plus 1 that is 2. kx square by 2 ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം x 0. അതായത് എക്സിന് എക്സ് എന്ന് തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ വ്യത്യാസമൊന്നും വരില്ല. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. സോ ദ വാല്യൂ ഈസ് സെയിം. സോ ദ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. ഹാഫ് കെ എക്സ് സ്ക്വയർ. സോ ദിസ് വർക്ക് ഡൺ ഈ സ്പ്രിങ് ഇലോങ്ങേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത വർക്ക് ഡൺ ആണിത്. ദിസ് വർക്ക് ഡൺ ഈ സ്റ്റോർഡ് ആസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്പ്രിങ്. സ്പ്രിങ്ങിന്റെ മുകളിൽ ചെയ്ത വർക്ക് എന്ത് എനർജി ആയിട്ടാണ് സ്പ്രിങ്ങിന് മാറുന്നത്? അതിന്റെ പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജിയാണ് നമുക്ക് മുറുക്കി വെച്ച കളിപ്പാട്ടത്തിലൊക്കെ കൈനറ്റിക് എനർജി ആയിട്ടൊക്കെ മാറ്റാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ സ്പ്രിങ്ങിന് പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത് ഇത് മുറുക്കി വെച്ചപ്പോൾ അതിന്റെ മുകളിൽ കിട്ടിയ ആ വർക്ക് ഡൺ ആണ്. ദാറ്റ് ഈസ് സ്റ്റോർഡ് ആസ് ദ പൊട്ടൻഷ്യൽ എനർജി. സോ പി ഓഫ് ദ സ്പ്രിങ് ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. സോ കെ is the spring constant and x is the elongation. Okay, so this is the equation for potential energy of a spring. ഇനി ഇതില് ഈ ചാപ്റ്ററിൽ മറ്റ് 2 ടേംസ് പഠിക്കാനുള്ളതാണ്. കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. ഫോഴ്സസിനെ രണ്ടായിട്ട് തിരിക്കുകയാണ്.
കൺസർവേറ്റീവും നോൺ കൺസർവേറ്റീവും എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ മുമ്പ് പലതരത്തിൽ പഠിച്ചിട്ടുണ്ട്, പലതരം ക്ലാസിഫിക്കേഷൻ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുണ്ട്. ഇതങ്ങനെയല്ല, അത് ചെയ്യുന്ന വർക്കിനനുസരിച്ചിട്ടാണ് കൺസർവേറ്റീവ് ആണോ നോൺ കൺസർവേറ്റീവ് ആണോ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ഒരു ഫോഴ്സ് കൺസർവേറ്റീവ് ആണ് എന്ന് പറയണമെങ്കിൽ if the work done by the force in moving a body through a closed path is equal to 0, then it is known as a conservative force. ഒരു ഫോഴ്സ് കൺസർവേറ്റീവ് ആവുന്നത് അത് ഒരു വസ്തുവിനെ ഒരു ക്ലോസ്ഡ് പാത്തിൽ കൂടി മൂവ് ചെയ്യിക്കാൻ ചെയ്യുന്ന വർക്ക് 0 ആവുമ്പോൾ ഇറ്റ് ഈസ് നോൺ ആസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല എല്ലാവർക്കും. അതായത് ഒരു വസ്തുവിനെ നമ്മളിപ്പം മുകളിലേക്ക് കൊണ്ടുപോയിട്ട് തിരികെ അതേ പൊസിഷനിലേക്ക് താഴേക്ക് കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതൊരു ക്ലോസ്ഡ് പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. ഇവിടുന്ന് പോയി മുകളിലെത്തി തിരിച്ച് താഴേക്ക് എത്തുകയാണ്. സോ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് പാത്ത്. മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യണം. നമ്മളാണ് അതിനെ ഉയർത്തിക്കൊണ്ട് പോകേണ്ടത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, ആണല്ലോ. മുകളിൽ നിന്ന് താഴേക്ക് വരാൻ നമ്മൾ വർക്ക് ചെയ്യേണ്ട ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വർക്ക് ചെയ്യും. അപ്പോൾ ഒരു വർക്കിനെ നമ്മൾ പോസിറ്റീവായിട്ട് കണക്കാക്കുകയാണെങ്കിൽ മറ്റേ വർക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ മുകളിലേക്ക് എടുക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ താഴോട്ട് എടുക്കുന്നത് പോസിറ്റീവ്. ടോട്ടൽ വർക്ക് ഡൺ എത്ര വരും? ഒരേ വർക്കാണ് mgh എന്നുള്ള എനർജി ഹൈറ്റിലേക്ക്, h എന്നുള്ള ഹൈറ്റിലേക്കാണ് m എന്നുള്ള മാസിനെ കൊണ്ടുപോകുന്നതെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വരും mg ഇൻറ്റു h. അപ്പോൾ മുകളിലേക്ക് -mgh, താഴേക്ക് +mgh. ടോട്ടൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0. അതായത് ഒന്ന് ബുദ്ധിമുട്ടും മറ്റേത് ഈസിയാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അല്ലെ? ഇതേമാതിരിയാണ് ഒരു മാഗ്നറ്റിന്റെ അടുത്തേക്ക് മറ്റൊരു മാഗ്നറ്റ് കൊണ്ടുവരികയാണ്. ഇപ്പൊ ഒരു നോർത്ത് പോളാണുള്ളത്, അതിന്റെ അടുത്തേക്ക് മറ്റൊരു നോർത്ത് പോൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് റിപ്പൽ ചെയ്യും. അടുത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾ വർക്ക് ചെയ്യണം. അതേസമയം അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ വിട്ട് കഴിഞ്ഞാലോ ആ മാഗ്നറ്റ് റിപ്പൽ ചെയ്തിട്ട് ഈ രണ്ടാമത്തെ മാഗ്നറ്റിനെ റിപ്പൽ ചെയ്ത് അകലേക്ക് കൊണ്ടുപോകും, അല്ലെ? അപ്പൊ അങ്ങോട്ട് നമ്മൾ വർക്ക് ചെയ്തു, ഇങ്ങോട്ട് മാഗ്നറ്റ് വർക്ക് ചെയ്യും. ടോട്ടൽ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു 0. ഒരു ഇരുമ്പിന്റെ ആണിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മാഗ്നറ്റ് എവിടെയുണ്ട്? ഇരുമ്പിന്റെ ആണി. അതിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ നമ്മളൊന്നും ചെയ്യേണ്ട, അത് സ്വന്തം മാഗ്നറ്റ് അട്രാക്ട് ചെയ്തോളും. അകത്തേക്ക് കൊണ്ടുപോകാൻ നമ്മൾ അട്രാക്ട് ചെയ്യണം, കാരണം ഇരുമ്പിന്റെ ആണി അട്രാക്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ വലിച്ച് കൊണ്ടുപോകണം. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ ആ കണ്ടീഷൻ എല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ 0 ആയിരിക്കും. അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഇതേപോലെ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ദ വർക്ക് ഡൺ to move a body through a closed path is equal to 0. It is independent of the path moving. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എങ്ങനെ കൊണ്ടുപോയി എന്നുള്ളതൊന്നും ആശ്രയിച്ചിരിക്കുന്നില്ല. ഇവിടുന്ന് മുകളിലേക്ക് എത്തുമ്പോൾ h ഹൈറ്റിലേക്ക് എത്തിക്കാൻ ഏത് വഴി കൂടെ കൊണ്ടുപോയിട്ട് h ഹൈറ്റിലേക്ക് ഒരു വസ്തുവിനെ എത്തിച്ചാലും ഏത് പാത്തിൽ കൂടെ, വളഞ്ഞ പാത്തിൽ കൂടെ, ഇപ്പൊ ഇവിടുന്ന് ഇവിടേക്കാണ് എത്തിക്കേണ്ടത്. m മാസുള്ള വസ്തുവിനെ h ഹൈറ്റിലേക്ക് എത്തിക്കണം. അപ്പൊ ഈ m മാസുള്ള വസ്തുവിനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ എത്തിച്ചാലും ആകെ ചെയ്ത വർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ mgh മാത്രമാണ് ചെയ്ത വർക്ക്. അപ്പൊ വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ പാത്ത്. ഓക്കെ, അപ്പൊ അതാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതേസമയം if the work done to bring or move a particle through a closed path is not equal to 0, such a force is a non-conservative force. ഒരു ക്ലോസ്ഡ് പാത്തിൽ കൂടെ ഒരു വസ്തുവിനെ മൂവ് ചെയ്യിക്കാൻ ചെയ്യുന്ന വർക്ക് 0 അല്ലെങ്കിൽ അത്തരം ഫോഴ്സിനെയാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. ഉദാഹരണത്തിന് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇപ്പൊ ഒരു റഫ് ആയിട്ടുള്ള സർഫസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിലെ ഈ പോയിന്റിൽ നിന്നും അതിനെ ഇവിടം വരെ കൊണ്ടുപോകുന്നു, എന്നിട്ട് തിരിച്ച് ഈ പോയിന്റിലേക്ക് എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് ബിയിൽ നിന്ന് എയിലേക്ക് തിരിച്ചു കൊണ്ടുവരാണ്. ഫ്രിക്ഷണൽ ഉള്ള സർഫസ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ നമ്മൾ ഫ്രിക്ഷനെതിരെ വർക്ക് ചെയ്യണം, അങ്ങോട്ട് ഉരച്ചു കൊണ്ടുവേണം പോകാൻ. ബിയിൽ നിന്ന് എയിലേക്ക് വരാനോ അവിടെയും ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ അനുഭവിച്ചുകൊണ്ട് തന്നെ വേണം കൊണ്ടുവരാൻ, അല്ലാതെ ഇങ്ങോട്ട് വരുമ്പോൾ ഈസിയും അങ്ങോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടും അല്ല. അതുകൊണ്ട് അങ്ങോട്ടും വർക്ക് പോസിറ്റീവ് തന്നെയാണ്, ഇങ്ങോട്ടും വർക്ക് പോസിറ്റീവാണ്. ടോട്ടൽ വർക്ക് 0 അല്ല, അവിടെ ഒരു വാല്യൂ ഉണ്ട്. So work done to move a body through a closed path is not equal to 0. Such a force is called a non-conservative force. അതിന്റെ എക്സാമ്പിൾ ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതുപോലെ വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സ് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് ഈസ് എക്സിസ്റ്റിംഗ് വിത്തിൻ ലിക്വിഡ്സ്. ദ്രാവകങ്ങളുടെ ഇടയിലുള്ള ഉള്ളിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുക. കൊഴുത്ത ദ്രാവകങ്ങൾക്ക് വിസ്കോസിറ്റി കൂടുതലാണ്, ഒഴുകാൻ ബുദ്ധിമുട്ടുള്ള ദ്രാവകങ്ങൾ. വേഗം സ്പ്രെഡ് ആവുന്ന ലിക്വിഡ്സ് ആണ് നോൺ വിസ്കസ് ലിക്വിഡ്സ്. പെട്രോള്, വാട്ടർ പോലെയുള്ളതൊക്കെ നോൺ വിസ്കസ് ആണ്. അപ്പം വിസ്കോസിറ്റിയും അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സും
ഫ്രിക്ഷണൽ ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും കൺസർവേറ്റീവ് ഫോഴ്സും. ഓക്കെ, ഇത്രയും കാര്യമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉള്ളത്.